ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഓൺ റീസൈസ് ഈവൻസിനെ കുറിച്ചാണ്. ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത ആ ബ്രൗസർ എത്രത്തോളം അവർ റീസൈസ് ചെയ്യുന്നു, അതായത് മാക്സിമൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ മിനിമൈസ് ചെയ്യുന്നു, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഓൺ റീസൈസ് എന്ന ഇവൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഓൺ റീസൈസ് പ്രധാനമായിട്ടും വിൻഡോ ഔട്ടർ വിഡ്ത്ത്, അതേപോലെ വിൻഡോ ഔട്ടർ ഹൈറ്റ്, അതായത് നമ്മുടെ പേജിന്റെ ഹൈറ്റും അതേപോലെ വിഡ്ത്തും ഈ ഇവന്റ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇന്നർ വിഡ്ത്ത്, അതായത് നമ്മുടെ വെബ് പേജിന്റെ ഉള്ളിൽ വരുന്ന ഇന്നർ വിഡ്ത്ത്, ഇന്നർ ഹൈറ്റ്, ക്ലൈന്റ് വിഡ്ത്ത്, അതേപോലെ ക്ലൈന്റ് ഹൈറ്റ്, ഓൺസെറ്റ് വിഡ്ത്ത്, ഓൺസെറ്റ് ഓഫ്സെറ്റ് വിഡ്ത്ത്, അതേപോലെ തന്നെ ഓഫ്സെറ്റ് ഹൈറ്റ്, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓൺ റീസൈസ് ഇവന്റ് പ്രവർത്തിപ്പിക്കാം. ഓക്കെ, ഇത് ജാവാസ്ക്രിപ്റ്റിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ആഡ് ഈവൻ ലിസ്റ്റേഴ്സ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് അതിൽ റീസൈസ് എന്ന ഈവന്റ് നമുക്ക് പാസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഓൺ റീസൈസ് എന്ന ഫംഗ്ഷന് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് HTML ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടും, അതായത് ആഡ് ഈവൻ ലിസ്റ്റേഴ്സ് ഉപയോഗിച്ചും അതേപോലെ തന്നെ അത് ഉപയോഗിക്കാതെയും നമുക്ക് എന്ത് ചെയ്യാം, ഓൺ റീസൈസ് എന്ന ഇവന്റ് പ്രവർത്തിപ്പിക്കാം. ഓക്കെ, അതിൽ ആദ്യം തന്നെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ എക്സാമ്പിളിൽ പറയുന്നത്, നമ്മുടെ വെബ്സൈറ്റ്, ഒരു വെബ് പേജിൻ്റെ ഉള്ളിൽ നമ്മുടെ യൂസർ കയറുകയാണെങ്കിൽ എത്ര തവണ നമ്മുടെ വെബ്സൈറ്റ് അവർ റീസൈറ്റ് ചെയ്തു, അതേപോലെ തന്നെ റീസൈസ് ചെയ്തു എന്നതിൻ്റെ നമ്പറും, അതേപോലെ തന്നെ അതിന് എത്ര ഹൈറ്റും അതേപോലെ തന്നെ എത്ര വിഡ്ത്തും അവർ റീസൈറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ വന്നു എന്നുള്ളതും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ HTML വെച്ചിട്ടാണ് ഈ എക്സാമ്പിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. അതിനുശേഷം നമ്മൾ HTML ആയതുകൊണ്ട് HTML എന്ന ടാഗ് വെച്ച് തുടങ്ങി. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് എന്ന് തുടങ്ങി, അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് I എന്ന് ചേർത്ത് കൊടുത്തു. അതിൻ്റെ വാല്യൂ ഞാനിവിടെ വന്ന് 0 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ, വേരിയബിൾ നെയിം Iയും അതിൻ്റെ വാല്യൂ 0യും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് ഫംഗ്ഷൻ എന്നാണ്. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിളിൻ്റെ പേര് RES, ഓക്കെ, അല്ലെങ്കിൽ റിസൈസ് എന്നുള്ളതിൻ്റെ RES നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം തന്നെ വിഡ്ത്ത് ചേർത്തു. വിഡ്ത്ത് ഈക്വൽ ടു എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ വിഡ്ത്ത് നമുക്ക് ആക്സസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ വന്ന് വിൻഡോ ഡോട്ട് അതിനുശേഷം ഔട്ടർ വിഡ്ത്ത് എന്നുള്ള ഫംഗ്ഷന് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ വിഡ്ത്ത് എത്രയാണോന്ന് അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, നമ്മളിവിടെ വന്ന് BR ചേർത്ത് കൊടുക്കുന്നു. BR എല്ലാവർക്കും അറിയാം, പുതിയൊരു ലൈന് തുടങ്ങാൻ വേണ്ടിയാണ് BR ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹൈറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ വന്ന് പ്ലസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഹൈറ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഹൈറ്റ് എന്നിട്ട് ഇവിടെ വന്ന് നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ വിൻഡോ ഡോട്ട് ഔട്ടർ ഹൈറ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഔട്ടർ ഹൈറ്റ് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഈ വേരിയബിൾ നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ, അതായത് നമ്മളൊരു പാരഗ്രാഫ് ഇതിൻ്റെ താഴെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പാരഗ്രാഫിൽ ഈ വാല്യൂ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഇത്രയും ചെയ്തതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ആ പാരഗ്രാഫിൻ്റെ പേര്, അതായത് നമ്മൾ ആ പാരഗ്രാഫിൻ്റെ ID നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇന്നർ HTML ഈക്വൽ ടു നമുക്കിവിടെ വന്ന് ആ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ വേരിയബിളിൻ്റെ കൊടുത്ത വാല്യൂ ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ RES എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് അടുത്തൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. റിസൈസ് 1 എന്നാണ് ഞാൻ ഈ വേരിയബിൾ നെയിം ചേർത്ത് കൊടുക്കുന്നത്. ഈക്വൽ ടു നമ്മൾ I എന്ന് പറയുന്നത് നേരത്തെ നമ്മളവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ +1 എന്നൊരു വാല്യൂ, അതായത് അതിലൂടെ ഒരു 1 എന്നുള്ള വാല്യൂ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി I ന്റെ വാല്യൂ എന്ന് പറയുന്നത്
0 ആണ്. അതിലേക്ക് നമ്മളിത് റീസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വാല്യൂ കൂടി ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതും S1 എന്നുള്ള നമ്മൾ മറ്റൊരു സ്പാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്പാമിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ S1 എന്ന് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID, എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ S1 എന്ന് ചേർത്ത് കൊടുത്തു. നമ്മളെ ആ സ്പാമിൻ്റെ പേരാണ് S1. ഓക്കെ, ഡോട്ട് ഇന്നർ HTML എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈക്വൽ ടു നമ്മളിവിടെ വന്ന് റീസൈസ് 1 എന്ന് ഇതിന് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഓൺ റീസൈസ് നമ്മളിവിടെ വന്ന് ബോഡി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് ബോഡി എന്ന് ചേർത്ത് കൊടുക്കാം. ഈ ബോഡി എന്നുള്ള ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓൺ റീസൈസ് എന്നുള്ള ഈവൻ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൺ റീസൈസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഏത് ഫംഗ്ഷനാണോ, അതായത് ഇത് റീസൈസ് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ നമുക്ക് കാൾ ചെയ്യേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഫംഗ്ഷനാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നൊരു പാരഗ്രാഫ് ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുകയാണ്. P എന്ന് ചേർത്ത് കൊടുത്തു. പാരഗ്രാഫിൻ്റെ നമ്മൾ ID കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാരഗ്രാഫിൻ്റെ ID എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചേർത്ത് കൊടുത്ത ID ആണ് നമ്മളിവിടെ പാരഗ്രാഫിൻ്റെ ID ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളതിന് പാര എന്നുള്ള ID ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു പാരഗ്രാഫ്, ഒരു ഇന്നർ പാരഗ്രാഫ് കൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു പാരഗ്രാഫ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, P എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. ഇതിന് ID എന്ന് പറയുന്നത് നമ്മൾ S1. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം. എത്ര തവണ നമുക്ക് ഈ പേജ് റീസൈസ് ചെയ്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് ചേർത്ത് കൊടുക്കുക, യു ഹാവ് റീസൈസ്ഡ് ദ വിൻഡോ. എത്ര സമയം എന്ന് വിൻഡോ, എന്നിട്ട് നമ്മളിവിടെ വന്നൊരു സ്പാം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്പാം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, സ്പാം ഇട്ടതിന് ശേഷം ഈ സ്പാമിന് നമ്മളൊരു സ്പാമിന് ഒരു ID കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ID ഈക്വൽ ടു നമ്മൾ നേരത്തെ അവിടെ ഉപയോഗിച്ചിരുന്ന S1 എന്നുള്ള ID ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ആദ്യം തുടക്കത്തിൽ നമുക്കിതിൻ്റെ വാല്യൂ 0 എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത പാരഗ്രാഫ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ടൈംസ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിനെ ലൈവ് സെർവർ വെച്ചൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് തുറന്നു വരുമ്പോൾ തന്നെ നമുക്ക് അതിലൂടെ ഒരു വാല്യൂ കൂടി ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ആക്ച്വൽ എത്രയാണോ ഇതിൻ്റെ വിഡ്ത്ത് എത്രയെന്നോ അതേപോലെ ഹൈറ്റ് എത്രയെന്നോ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് റീസൈസ് ചെയ്യാം. അപ്പം നമ്മളിത് റീസൈസിനനുസരിച്ച് അതിൻ്റെ വിഡ്ത്ത് നമുക്കിതുപോലെ കുറഞ്ഞു വരുന്നതായി കാണാം. ഇത് എത്ര തവണയാണോ നമ്മൾ റീസൈസ് ചെയ്തത് അതിൻ്റെ ടൈമിങ്ങും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓരോ തവണ റീസൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ സൈസ് എത്രയാണെന്നും നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ എത്ര തവണ ഇത് നമ്മൾ റീസൈസ് ചെയ്തു എന്നുള്ള എണ്ണവും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് നമ്മൾ HTML വെച്ചിട്ടാണ് ചെയ്തത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റീസൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇതേപോലെ തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ റീസൈസ് വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഒഴിവാക്കി. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് HTML തുടങ്ങി. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു പാരഗ്രാഫ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ P എന്ന് ചേർത്ത് കൊടുത്തു. ഈ പാരഗ്രാഫിൻ്റെ ID എന്നുള്ളത് നമ്മൾ പാര എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അത് ചെയ്ത അതേ പ്രോഗ്രാം തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്തൊരു പാരഗ്രാഫ് കൂടി ക്രിയേറ്റ് ചെയ്യണു. ഓക്കെ, ഈ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒരു മെസ്സേജ് ചേർത്ത് കൊടുത്തു, യു ഹാവ് റീസൈസ്ഡ് വിൻഡോ. എത്ര തവണ എന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് സ്പാം ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പാൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ സ്പാനിന് നമ്മളൊരു ID ചേർത്ത് കൊടുത്തു. ID ഈക്വൽ ടു S1 എന്ന് ഞാൻ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഈ പാരഗ്രാഫ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുക ടൈംസ് എന്നും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്ക്രിപ്റ്റ്
നമ്മളിവിടെ ചേർത്ത് സ്ക്രിപ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി കൊടുത്തു. ഓക്കെ, സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ നമുക്കൊരു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോഡി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബോഡിക്ക് അടിസ്ഥാനത്തിലാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബോഡി കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഏതാണോ നമ്മുടെ ടാഗിന്റെ നെയിം അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് ബോഡിയാണ്. അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു അറേ ബ്രാക്കറ്റ്, അതായത് അറയിലായിട്ട് നമുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടി ഒരു അറേ എന്നുള്ളൊരു ബ്രാക്കറ്റിനുള്ളിൽ ഇൻഡെക്സ് വാല്യൂ 0 എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഓൺ റീസൈസ് എന്ന് ചേർത്ത് കൊടുത്തു. ഓൺ റീസൈസ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു, എന്നിട്ട് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഏത് ഫംഗ്ഷനാണോ നമുക്ക് കാൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേര് ചേർത്ത് കൊടുക്കാം. നമ്മൾ അവിടെ കാൾ ചെയ്യുന്നത് ഫംഗ്ഷൻ എന്ന ഫംഗ്ഷനാണ്, FUN എന്ന ഫംഗ്ഷനാണ് കാൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ നിന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ I, അതിൻ്റെ വാല്യൂ 0 എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ സംഭവിക്കണേ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ കൊടുത്ത ആ ഫംഗ്ഷൻ എന്താണോ അത് നമ്മളിവിടെ വന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് FUN എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. റീസൈസ് എന്നുള്ളതിലേക്ക് റീസ് എന്നിട്ടു. ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനുള്ളിൽ നമ്മളിവിടെ വന്ന് വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുത്തു. വിഡ്ത്ത് ഡോട്ട് വിൻഡോ ഡോട്ട് ഔട്ടർ വിഡ്ത്ത്, നേരത്തെ നമ്മൾ കൊടുത്തത് തന്നെ വിൻഡോ ഡോട്ട് ഔട്ടർ വിഡ്ത്ത് അസസ്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇവിടെ വന്ന് പുതിയൊരു ലൈന് വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് BR എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി അതിന് ശേഷം നമുക്കിവിടെ വന്ന് ഹൈറ്റും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഹൈറ്റ് എന്ന് ചേർത്തു. ഓക്കെ, പ്ലസ് വിൻഡോ ഡോട്ട് ഔട്ടർ ഹൈറ്റും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഔട്ടർ ഹൈറ്റ് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഔട്ടർ ഹൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്കിത് ആ പാരഗ്രാഫിൽ പോയിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ id എന്നിട്ട് ഏത് ഐഡിയിലാണോ നമുക്കിത്, അതായത് ഏത് പാരഗ്രാഫിലാണോ നമുക്കിത് ഡിസ്പ്ലേ ചെയ്യണത് ആ പാരഗ്രാഫിൻ്റെ ID ചേർത്ത് കൊടുത്തു. ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു നമ്മളിവിടെ വന്ന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ വേരിയബിളിൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ താഴെ അടുത്ത ഇതേ ഫംഗ്ഷൻ തന്നെ നമ്മൾ വേറൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിൾ റീസൈസ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു I എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്താണ്. I എന്നിട്ട് ഇതിലേക്ക് പ്ലസ് ഈക്വൽ ടു, അതായത് I പ്ലസ് ആഡ് ആണ് ഉപയോഗിക്കുന്നത്, ആഡ് എന്നുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. 1 എന്ന് ചേർത്ത് കൊടുത്തു. അതായത് I ഈക്വൽ ടു I+1 എന്നാണ് ഇതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിലൂടെ ഒരു വാല്യൂ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ വന്ന് ഡോക്യുമെന്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്നിട്ട് നമ്മൾ ആ സ്പാനിൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. സ്പാനിൻ്റെ പേര് S1 ആണ്. എന്നിട്ട് ഇവിടെ വന്ന് ഇന്നർ ഡോട്ട് ഇന്നർ HTML എന്ന് ചേർത്തതിന് ശേഷം ഈക്വൽ ടു നമ്മളിവിടെ വന്ന് റീസൈസ് 1 എന്നും ഇതിന് പേര് ചേർത്ത് കൊടുക്കുന്നു. ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേജ് റീസൈസ് ചെയ്യുമ്പോൾ ഇതിന് നേരത്തെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റും അതേപോലെ തന്നെ വിഡ്ത്തും എത്ര തവണയാണ് ഇത് റീസൈസ് ചെയ്തത് അതേപോലെ തന്നെ മാക്സിമൈസ് ചെയ്തതും എല്ലാം ഇതിൻ്റെ ടൈമും നമുക്കിവിടെ കാണിച്ചു തരും. നേരത്തെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത അതേ ആൻസർ തന്നെയാണ് ഈ ഭാഗത്തും നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്.
ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. അടുത്തത് നമ്മൾ ആഡ് ഈവൻ ലിസ്ണേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ചെറിയൊരു മാറ്റം നമുക്ക് വരുത്താം. ഇതിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മാറ്റം വരുത്തുന്നു, ബാക്കിയുള്ളതെല്ലാം അതേ രൂപത്തിൽ തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വിൻഡോ ആഡ് ഈവൻ ലിസ്ണേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആഡ് ഈവൻ ലിസ്ണേഴ്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡബിൾ ക്ലിക്ക്, അതേപോലെ തന്നെ ക്ലിക്ക്, അതേപോലെ തന്നെ വരുന്നതാണ് ഇവിടെ റീസൈസ് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് റീസൈസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കോമ ഇട്ടിട്ട് ഏത് ഫംഗ്ഷനാണോ കാൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ i = 0, വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ സംഭവിക്കേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് fun ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഫംഗ്ഷൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മൾ res എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ വിഡ്ത്താണ് ചേർത്ത് കൊടുക്കുന്നത്. വിഡ്ത്ത് ഡോട്ട്, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് വിൻഡോ ഡോട്ട് ഔട്ടർ വിഡ്ത്ത് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഔട്ടർ വിഡ്ത്ത്, അതിനുശേഷം നമ്മളിവിടെ വന്ന് പ്ലസ് br, അടുത്ത ലൈന് തുടങ്ങാൻ വേണ്ടി br എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും പ്ലസ് ഇട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഹൈറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ വിഡ്ത്താണ് ചേർത്തത്. ഹൈറ്റ് = എന്നിട്ട് ഇവിടെ വന്ന് പ്ലസ് വിൻഡോ ഡോട്ട്, അതിനുശേഷം ഔട്ടർ ഹൈറ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, നമ്മളെ പാരഗ്രാഫിൻ്റെ പേരാണ്, അതായത് പാരഗ്രാഫിൻ്റെ ID ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പാര എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ഇന്നർ HTML = നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് റീസൈസ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ താഴെ നമ്മൾ വീണ്ടും ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ റീസൈസ് 1 എന്ന് ചേർത്ത് കൊടുത്തു. = I add +1 എന്ന് ചേർത്ത് കൊടുത്തു. I add പ്ലസ്, അതായത് പ്ലസ് =1 എന്ന് ചേർത്ത് കൊടുത്തു. അതിലൂടെ ഓരോ തവണ ഓരോ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരണം എന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ആ സ്പാനിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, എന്നിട്ട് ഇവിടെ വന്ന് സ്പാനിൻ്റെ പേരായ S1 എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ഇന്നർ HTML = res1. ഓക്കെ, റീസൈസ് 1 എന്നും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നമുക്ക് സേവ് ചെയ്ത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിത് റീസൈസിനനുസരിച്ച് ഇതിൻ്റെ വിഡ്ത്തും അതേപോലെ തന്നെ എത്ര തവണ നമുക്കിത് റീസൈസ് ചെയ്തു, അതേപോലെ തന്നെ എത്ര ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും വന്നു എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് റീസൈസ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.